ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഞാൻ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള രണ്ട് UPI ആപ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് നോർമലി UPI ട്രാൻസാക്ഷൻ ഇപ്പോൾ എല്ലാവരും UPI ക്രെഡിറ്റ് കാർഡ് മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ UPI ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോർമലി നമ്മളിതുപോലെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആപ്പ് വഴി എന്തെങ്കിലും ക്യാഷ് ബാക്ക് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആണല്ലോ. എന്താ വെച്ചാൽ നോർമലി നമ്മളിതുപോലെ UPI ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ UPI കാർഡിൽ, അതായത് UPI ക്രെഡിറ്റ് കാർഡിൽ ഓൾറെഡി അതിൻ്റെ ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ റിവാർഡായിട്ട് കിട്ടും. അതല്ലാണ്ട് തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഈ ആപ്പുകളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്ക ആപ്പുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് മെയിൻ ആപ്പുകളുടെ കാര്യം ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ 2 ആപ്പല്ല, ഞാൻ 5 UPI ആപ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2 മെയിൻ UPI ആപ്സ്, അതായത് മെജോറിറ്റി ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ ബാക്കിയുള്ള ആപ്പുകളുടെ കാര്യം പറയാട്ടോ. ലൈവായിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണുന്നവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. മറക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ആപ്പുകളിലൊക്കെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നത്. ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് എടുക്കാൻ, ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നോക്കിയാൽ മതി, കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ആപ്പിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ എൻ്റെ സ്ക്രീൻ ഫ്രണ്ട് ഹോം പേജ് കാണിച്ചെന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ സൂപ്പർ മണി ആപ്പാണ്. ഞാനിപ്പം മെജോറിറ്റി ഒരു നോക്കുകയാണെങ്കിൽ ഒരു 50% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മെജോറിറ്റി 50% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് കാണാമല്ലോ. അഡാപ്റ്റീവ് ഓഫ് ചെയ്യട്ടെ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് ഞാനിപ്പോൾ ഇതിൽ എനിക്ക് എത്ര ക്യാഷ് ബാക്ക് കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഹോം പേജിലാണ് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള പേജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർ കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ വരും. അതായത് ഇവരുടെ FD കാർഡ്, ബിൽ ആൻഡ് റീചാർജസ് വരും. സൂപ്പർ FD എന്ന് പറയുന്നത് നമുക്ക് FDയുടെ ഉള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു കാർഡൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഒരു FD സൂപ്പർ മണി കാർഡിൻ്റെ ഉജ്ജീവൻ അല്ല, ഇവരുടെ എന്താ പറയുക, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ കൊടുക്കുന്ന ഒരു FD കാർഡിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ UPI കാർഡും സൂപ്പർ മണി ആക്സിസ് ബാങ്ക് കാർഡിൻ്റെയും ഓഫർ വന്നിട്ടുണ്ടായിരിക്കും. അത് FD കാർഡല്ല, നോർമൽ കാർഡാണ് കേട്ടോ. അത് ഓപ്ഷൻ കിട്ടവർക്ക് വേണമെങ്കിൽ എടുക്കാനുള്ള FD കാർഡ് തന്നെയാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് FDയുടെ ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇതിൽ കൂടെ നമുക്ക് FD ഇടാൻ പറ്റും. അതായത് സ്ലൈസ് ബാങ്കിൽ FD ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ FD ഇടാൻ പറ്റും. സൂര്യോദയ സ്മോൾ ഫിനാൻസ്, മിക്കുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഉണ്ടെന്നുണ്ട്. ഇല്ല, ആകെ 2-3 കേട്ടോ. പിന്നെ നമ്മുടെ റിവാർഡ്. അപ്പോൾ എനിക്ക് കണ്ടു ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 633 രൂപ. ഇതിലിപ്പോൾ 12 രൂപ കൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ടിലേക്ക് എടുക്കാം. ഇങ്ങനെ ആക്കിയാൽ മതി. കണ്ടോ, അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയിക്കോളും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 650 രൂപ നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇതിനെക്കാട്ടും ഞാൻ മെയിനായിട്ട് ഇത് ആദ്യം ഇത്ര 2-3 മാസത്തിന് മുമ്പാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ ഇത് ട്രാൻസ്ഫർ ചെയ്താണ് കേട്ടോ. അതാണ് ഈ സൗണ്ട് വന്നത്. അപ്പോൾ ഇത് 2-3 മാസം വരെ ഈ സാധനം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20% വേണമെങ്കിൽ പറയായിരുന്നു സൂപ്പർ മണിയുടെ ഞാൻ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഫോൺ പേയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഫോൺ പേയിൽ അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. 200 രൂപ വരെയൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ഒറ്റ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ റെഫറലിങ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ പേ ആണ് ഇപ്പോൾ ഞാൻ മെജോറിറ്റി ഒരു 60% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫോൺ പേ ആണ് ഇപ്പോൾ ഞാൻ നമ്പർ 1 ആയിട്ട്, അതായത് മെജോറിറ്റി ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സൂപ്പർ മണിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ബാക്കി ഉപയോഗിക്കുന്ന വേറെ UPI ക്രെഡിറ്റ് കാർഡ് UPI ആപ്സുകൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാമത്തെ നമ്മുടെ ക്രെഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ക്രെഡും അത്യാവശ്യം മെയിനായിട്ട് ഞാനിപ്പോൾ ഇത് ഫോൺ ബിൽ അടക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വല്ലപ്പോഴൊക്കെ UPI ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ അവരിപ്പോൾ അവരുടെ റിവാർഡ് റേറ്റൊക്കെ തനി കൂതറാണ്. ലോക്കൽ കൂതറ റിവാർഡ് പോയിൻറ്റ്സ് അല്ല, കോയിൻസും അതുപോലെ തന്നെ കണ്ണി കണ്ട ആവശ്യമില്ലാത്ത കുറേ വൗച്ചേഴ്സൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ പേൻ്റെ പോലെ തന്നെ വൗച്ചേഴ്സൊക്കെയാണ് ഇവന്മാർ ഇപ്പോൾ തരുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ചത്. പിന്നെ നാലാമത്തെ പറയുന്നത് സ്ലൈസ് ബാങ്കിൻ്റെ ആപ്പാണ്. സ്ലൈസ് UPI നമുക്ക് ഉപയോഗിക്കാം. സ്ലൈസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസിൻ്റെ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ 0 ബാലൻസ് അക്കൗണ്ടാണ്, നല്ല അക്കൗണ്ട് ഉണ്ട്. അവർ സ്ലൈസ് UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി സ്ലൈസ് ബാങ്കിൻ്റെ അക്കൗണ്ട് വേണം. അപ്പോൾ അത് ഞാനിപ്പോൾ റീസെൻ്റ്ലി സ്ലൈസ് അക്കൗണ്ട് ഉപയോഗിച്ച് അത്യാവശ്യം ക്യാഷ് ബാക്ക് നല്ല കിട്ടുന്നുണ്ട്. ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗെയിമിംഗ് സംഭവമാണ് കിട്ടുക. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 200-300 ഒക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ. നാലാമത്തെ എന്ന് പറയുന്നത് സ്ലൈസ് ആപ്പാണ് കേട്ടോ. 5ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. എവിടെ അത് GPay ഉണ്ട്. GPay ഞാൻ ചില ട്രാൻസാക്ഷന് കുറേ ഇപ്പോൾ റെഗുലറായിട്ട് റെഗുലറായിട്ട് ചിലവർ ഈ GPay നമ്പറിലേക്ക് അയക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചോട്ടിരിക്കുന്നതാണ്. പക്ഷേ UPI ട്രാൻസാക്ഷനൊക്കെ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഒരു 5% താഴേക്ക് ആയിരിക്കും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന 5 UPI ആപ്സുകൾ കേട്ടോ.
ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ടാണ്. കുറേയൊക്കെ ഭയങ്കര കുറവാണല്ലോ. ഗൂഗിൾ പേയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5% താഴെ വരുള്ളൂ, 5% വരില്ല കേട്ടോ. അപ്പോൾ അത്രയും കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. മെജോറിറ്റി ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫോൺ പേ ആണ്. ഫോൺ പേയിൽ എനിക്ക് അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ പറഞ്ഞ സാധനത്തിൻ്റെയൊക്കെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന 5 UPI ആപ്സുകളുടെ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ റെഫറൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്ത് ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് കോഡ് എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ക്രെഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും വലിയ അപ്രൂവലും കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ ക്രെഡിന് ചിലവർ നമുക്ക് റെഫറൽ ലിങ്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അപ്രൂവൽ കിട്ടുന്നത് വെച്ചാൽ ക്രെഡ് ആക്ച്വലി നമ്മുടെ സിബിൽ സ്കോർ നോക്കും, ക്രെഡിറ്റ് സ്കോർ നോക്കും, എന്നിട്ടാണ് അപ്രൂവൽ ചെയ്തുള്ളൂ. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ബാക്കിയൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്തായാലും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കണ്ടിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.